നമസ്കാരം. എൻ്റെ പേര് കൊച്ചനിയൻ എന്നാണ്. ഞാൻ മുൻപ് ഒരു വിഷയം സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ഇവിടുന്ന് വരുന്ന ആളുകൾ, അതായത് ശബരിമലയിലും തിരുവനന്തപുരവും ഒക്കെ പോകുന്ന ആളുകൾ, ശബരിമലയിൽ പോകുന്ന ആളുകൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വെട്ടിക്കുവല ബ്ലോക്ക് ഓഫീസിൻ്റെ അവിടെ വരുമ്പോൾ വഴി തെറ്റുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കന്യാകുമാരി എന്ന് പറഞ്ഞ ഇവിടെ ഒരു അക്ഷയ സെൻ്ററുകാർ വെച്ചു. പക്ഷേ അതും നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇവിടെ DYFI എന്നൊരു സംഘടന ഒരു ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവച്ചു. അതും എഫക്റ്റ് ചെയ്യുന്നില്ല. ഈ പല ദിവസങ്ങളിലും ഇതേപോലെ വഴി തെറ്റി ഒരുപാട് ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ നിരന്തരം ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് രാത്രിയിൽ ഈ കാലങ്ങളിൽ ഇവിടെ എല്ലാം നിൽക്കാറുണ്ട്. ഒരുപാട് പേർക്കാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ PWD ചെയ്യേണ്ട ഒരു കാര്യം, ഈ റോഡ് ഇത്തരത്തിൽ റോഡ് ചെയ്യുമ്പോൾ ഈ പ്രാദേശികമായ സ്ഥലങ്ങളല്ല രേഖപ്പെടുത്തേണ്ടത്. മറിച്ച് ഈ റോഡുകൾ ഇതൊരു ബൈപ്പാസ് റോഡാണ്. ഒരു MC റോഡും ഒരു നാഷണൽ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യുന്ന റോഡാണ്. മാത്രവുമല്ല ഇത് ശബരിമലയിലേക്കുള്ള ഒരു ബൈപ്പാസ് റോഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പത്തനാപുരം വഴി പത്തനംതിട്ട വഴി പോകാനുള്ള ഒരു റൂട്ട്, അപ്പം ആ റൂട്ടിലേക്ക് പോകേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഈ വാളകം, ചെങ്ങമനാട് ഇതുപോലുള്ള പ്രാദേശിക സ്ഥലങ്ങൾ മാത്രം, അല്ലെങ്കിൽ വെട്ടിക്കുവല മാത്രം രേഖപ്പെടുത്തിയാൽ വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ മുൻപൊരു ലൈവ് ഇട്ടിരുന്നു. എന്തായാലും ഇത് ഇവിടെ ഒരു റിഫ്ലക്റ്റ് ചെയ്തുള്ള ഒരു ബോർഡ് തന്നെ സ്ഥാപിക്കാമെന്ന് കരുതി. അതിപ്പോൾ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ കെട്ടിടത്തിൻ്റെ ഒരു തുണിയൊക്കെ നിൽപ്പുണ്ട്. അത് ഇപ്പോൾ അവർ മാറ്റുമ്പോൾ ആ തടസ്സമെല്ലാം മാറും. അപ്പം അതുകൊണ്ടൊരു സൈൻ ബോർഡ് ഇവിടെ സ്ഥാപിച്ചു. ഇനിയും ഒരുപാട് സൈൻ ബോർഡുണ്ട്. ഇവിടുന്ന് നേരെ ശബരിമലയിൽ നിന്നും ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഇനിയിപ്പോൾ ഈ വഴി നോക്കിയിട്ട് കന്യാകുമാരി, ട്രിവാൻഡ്രം, ആയൂർ, വാളകം, അഞ്ചൽ, അപ്പോൾ ഇത്രയും സ്ഥലം അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ സാധാരണഗതി വരുന്ന നേരെ പച്ചൂരേക്ക് അങ്ങ് വരും, അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് കൊപ്പാറ പോയി ആകെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്ക് ലൈവ് ഒന്ന് കട്ടായി. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ അത്യാവശ്യം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ബോർഡ് തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ആളുകളെ, അതായത് തമിഴ്നാട്ടുകാർ, അതുപോലെ തെലുങ്ക് നാട്ടുകാർ, കന്നഡക്കാരെല്ലാവരും വഴിതെറ്റിപ്പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ബോർഡ് സ്ഥാപിക്കാമെന്ന് കരുതി ഇനി തിരുവനന്തപുരത്തേക്ക് പോവുക. അതുപോലെ ഈ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് അവരോട് പറയാനുള്ള ഒരു അഭ്യർത്ഥനയാണ്, ഇത്തരത്തിലുള്ള ഹൈവേകളിൽ സൈൻ ബോർഡ് സ്ഥാപിക്കുമ്പോൾ പ്രധാന സ്ഥലങ്ങൾ തീർച്ചയായിട്ടും അടയാളപ്പെടുത്തണം. ഇനി ഇതുപോലെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് നേരെ നിങ്ങൾ ചെങ്ങമനാട് ചെന്നാൽ, ചെങ്ങമനാടിന്ന് വലത്തോട്ടാണ് നമ്മൾ പത്തനംതിട്ട ശബരിമല പോകുന്ന ഒരു സൈൻ ബോർഡും അവിടെ ഇല്ല. പലപ്പോഴും ഗൂഗിൾ മാപ്പ് അനുസരിച്ചൊക്കെ പോകാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. പലപ്പോഴും തെറ്റായി പോകും. ചിലപ്പോൾ ശ്രദ്ധിക്കാതിരുന്നാൽ വഴി തെറ്റിപ്പോകും. അപ്പോൾ ആ ഒരു സാധ്യതയും കൂടി ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി മറ്റൊന്ന്, ഇവിടുന്ന് നേരെ വെട്ടിക്കുവല ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ വലത്തേക്ക് തിരിയുക എന്ന ഒരു സാധ്യതയും കൂടിയുണ്ട്. അവിടെയും സൈൻ ബോർഡില്ല. അവിടെയും ശബരിമലയും പത്തനംതിട്ടയും പത്തനാപുരവും രേഖപ്പെടുത്തിയ ഒരു ബോർഡും കൂടെ യഥാർത്ഥത്തിൽ ആവശ്യമാണ്. അതും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. എനിക്ക് ഇവിടുത്തെ പഞ്ചായത്തുകാരോട് പറയാനുള്ളത്, ഈ പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യം, ഇതെല്ലാം PWD മാത്രം ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. കാരണം പഞ്ചായത്തിന് തനത് ഫണ്ടുണ്ട്. ഈ തനത് ഫണ്ട് ഉപയോഗിച്ച് തീർച്ചയായിട്ടും 4-10 സൈൻ ബോർഡ് തങ്ങളുടെ അതിർത്തികളിൽ സ്ഥാപിക്കണം. ഇവിടെ പല ബോർഡുകളും അല്ലാതെ വെൽക്കം ബോർഡുകൾ പലയിടത്തും വെച്ചിട്ടുണ്ട്. യഥാർത്ഥം ഈ വെൽക്കം ബോർഡിൻ്റെ വലിയ സാധ്യത എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം വെൽക്കം സ്വാഭാവികമാണ്, ഒരു വെൽക്കം ബോർഡ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ വരുന്ന യാത്രക്കാർക്ക്, നമ്മുടെ പഞ്ചായത്തിലൂടെ പോകുന്ന ആളുകൾക്ക്, അത് ക്ഷേത്രത്തിൽ പോകുന്നവരായിരിക്കാം, ടൂർ പോകുന്നവരായിരിക്കാം, അവർക്ക് വഴി തെറ്റായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് യാത്രികരായിരിക്കാം, അവർക്ക് വഴി തെറ്റായിരിക്കുവാനുള്ള സംവിധാനങ്ങൾ അതത് പഞ്ചായത്ത് ഓൺ ഫണ്ട്, തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം. അത് തിരുവനന്തപുരം അല്ലെങ്കിൽ കളിയിക്കാവിള അതുപോലെയുള്ള സ്ഥലങ്ങൾ രേഖപ്പെടുത്തുന്ന ബോർഡുകളായിരിക്കണം. അപ്പം ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ആളുകളെ പരമാവധി ഈ പൊതുജനങ്ങളെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ എല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ അത്യാവശ്യം. എൻ്റെ ചില സുഹൃത്ത്, ഇപ്പോൾ എന്നെ സഹായിച്ച ഒരു ഗോപൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, വളകത്തുള്ളതാണ്. ഇതിൻ്റെ സിമെൻറ്റ് മറ്റ് സാധനങ്ങളുമൊക്കെ തന്നത് ഇവിടെ ഒരു കോൺട്രാക്ടർ ഷാജിയണ്ണനാണ്. സൈൻ ബോർഡ് ഞാൻ തന്നെ പണിയിച്ചു. അതിൻ്റെ കമ്പി തന്നത് മറ്റൊരു സുഹൃത്താണ്. ബിനു എന്നും പറഞ്ഞൊരു വെൽഡിംഗ് കോൺട്രാക്ടറുണ്ട്, വെൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നത്. ബിനു ആണ് ഇതെല്ലാം വെൽഡ് ചെയ്ത് തന്നത്. മറ്റൊരു മുട്ടവിളയുള്ള ഒരു വെൽഡിംഗ് തുള്ളി എന്ന, പെട്ടെന്ന് പേര് മറന്നു, അദ്ദേഹമാണ് ഈ പൈപ്പ് ഡൊണേറ്റ് ചെയ്തത്. അങ്ങനെ എന്തായാലും ഇവിടെ സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ കൂട്ടുകാരുമൊക്കെ സഹായിച്ചു, ഗോപൻ സഹായിച്ചു. അങ്ങനെ
എന്തായാലും ഇത് ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഈ വഴിതെറ്റി പോകുന്നവർക്ക് ഒരു ആശ്വാസമാകുമെന്ന് കരുതുന്നു. എന്തായാലും ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് ആവുന്ന സംവിധാനം ചെയ്യുക എന്നൊരു ധർമ്മം മാത്രമാണ്, ഒരു ദൗത്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഈ ഫേസ്ബുക്കിൽ വല്ലപ്പോഴുമൊക്കെ ലൈവ് ഇടുന്ന ആളാണ്. അപ്പം നിങ്ങൾ പരമാവധി എന്നെ ഹെൽപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. അഴിമതിയും പൊതുമുതൽ ദൂർത്തടിക്കുന്നതിനും എതിരെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. ഇതിൽ പരമാവധി നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടിനായിട്ടാണ് ഞാൻ പലപ്പോഴും ലൈവ് ഇടുന്നത്. സമയപരിമിതി ഒരുപാടുണ്ട്, എങ്കിലും ഇതിനിടയ്ക്കുള്ള ഒരു സമയത്താണ്, എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാവർക്കും, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.